നമസ്കാരം, എല്ലാവർക്കും PSC പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെയും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റും ചെയ്യുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത്? ഹാർദം. ഹാർദം എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നേരെ ആൻസർ പറയാലോ. ഹാർദം ഓപ്ഷൻ എ ആണ്. നമ്മൾ തെറ്റിക്കാറുണ്ട് അല്ലേ, ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഹാർദമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുവചനം പഠിച്ചതാണ് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ബഹുവചനത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയി തന്നെ ബഹുവചനം ആ 3 കാര്യങ്ങൾ സലിംഗം, അലിംഗം, പൂജക ബഹുവചനം എന്നിവ കറക്റ്റായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞു നോക്കി. പൂജക ബഹുവചനത്തിന് ഇതിൽ ഏതാണ് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. അധ്യാപകർ, സ്വാമികൾ, വിദ്യാർത്ഥികൾ, ദൈവങ്ങൾ. ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സ്വാമികളാണ്. സ്വാമികൾ. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് സൂചിപ്പിക്കുന്നതിനായിട്ട് ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയം ഉപയോഗിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ തിരുവടികൾ, സ്വാമികൾ, പിന്നെന്താണ് നിങ്ങൾ, ശാസ്ത്രികൾ, അതൊക്കെ പൂജക ബഹുവചനമാണ്. ഇനി എന്തായിരുന്നു സലിംഗ ബഹുവചനം? ഒന്നും കൂടി പറയാം. സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് പുല്ലിംഗം, സ്ത്രീലിംഗം അല്ലെങ്കിൽ നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇരട്ടിപ്പ് അല്ലെങ്കിൽ ആ ബഹുത്വത്തെ കാണിക്കുന്നതിനെയാണ് സലിംഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, നദികൾ, അതേതാണ്? അത് സലിംഗ ബഹുവചനമായിരുന്നു. പിന്നെയുള്ളത് ഏതാണ്? അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനത്തിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് ഒരു പൊതു ബഹുത്വത്തെ കാണിക്കുന്നതാണ്. അതായത് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ആ ബഹുവചനമാണ് അലിംഗ ബഹുവചനം. ഇപ്പം അധ്യാപകർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ, ഓപ്ഷനിലുണ്ട് അധ്യാപകർ. ഈ അധ്യാപകർ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? അലിംഗ ബഹുവചനത്തിൽ വരുന്നതാണ്. അധ്യാപകർ. പിന്നെയോ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നതോ? വിദ്യാർത്ഥികൾ അല്ലേ. അതൊക്കെ ഏതിൽ വരുന്നതാണ്? അലിംഗ ബഹുവചനത്തിൽ വരുന്നതാണ്. നമ്മുടെ ചോദ്യത്തിലുള്ളത് എന്താ? പൂജക ബഹുവചനം ഏതാ വരുന്നത്? സ്വാമികളാണ് വരുന്നത്. അടുത്ത ചോദ്യം, ബഹുലം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? ബഹുലം. വിരളമാണ് കേട്ടോ. ബഹുലത്തിൻ്റെ വിപരീതം ഏതാണ്? വിരളം. ബഹുലം, വിരളം. ബീറ്റ് ദ അയോൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ്? ബീറ്റ് ദ അയോൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ്? 4 ഓപ്ഷൻ നോക്കി. ഒത്തുപിടിച്ചാൽ മലയും പോരും, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, അടിച്ചതിന്മേലടിച്ചാൽ അമ്മിയും പറക്കും, കാറ്റുള്ളപ്പോൾ പാറ്റണം. ഏതാണ്? ഓപ്ഷൻ ഡി, കാറ്റുള്ളപ്പോൾ പാറ്റണം അല്ലേ. അടുത്ത ചോദ്യം, 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സമാസവും സന്ധിയും വരുന്നുണ്ട്. അത് PSC ചോദിക്കാറുണ്ട്. നമുക്ക് വചനം, അതായത് ഈ ബഹുവചനം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളതെങ്കിലും സമാസം അല്ലെങ്കിൽ സന്ധിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരാറുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചിട്ട് പോകണ്ടേ വേണം അല്ലേ. ഈ സന്ധിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് ഇപ്പം എന്താണ് ഈ പദശുദ്ധിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ, ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, അതിലൊക്കെ സന്ധി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ 5-6 എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? തൽപുരുഷൻ, അവ്യയീഭാവൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ. ഇതിൽ എന്താണ് സമാസം എന്ന് പറയുന്നത്? സമാസം എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെയുള്ള ആ പദത്തിൻ്റെ പ്രയോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസം എന്ന് പറയുന്നത്. അപ്പോൾ വിഭക്തി എന്താണെന്ന് അറിയണോ അല്ലേ. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇപ്പം നമ്മൾ എന്താണ്?
മരത്തണലിന് നമുക്ക് മരത്തിൻ്റെ തണൽ എന്ന് പറയാം അല്ലേ, മരത്തിൻ്റെ തണൽ. അപ്പം ഇൻ്റെ എന്നൊക്കെ പറയുന്നത് എന്താ, ഇപ്പോൾ രാവണൻ്റെ പുത്രി, അതിൽ ഇൻ്റെ എന്ന് പറയുന്നതാണ് ഈ വിഭക്തി എന്ന് പറയുന്നത്, വിഭക്തി കുറി. അപ്പോൾ അതില്ലാതെ നമുക്കിപ്പോൾ രാവണൻ്റെ പുത്രിയെ എങ്ങനെ പറയാം, രാവണപുത്രി എന്ന് പറയാം. അങ്ങനെ പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമാസം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചാറ് എന്നത് ഏത് സമാസത്തെയാണ് കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദ്വന്ദ്വ സമാസമാണ്. അഞ്ചാറ് എന്താണ്, ദ്വന്ദ്വ സമാസം. അപ്പം എന്താണ് ദ്വന്ദ്വ സമാസം എന്നറിയണ്ടേ? അതായത് ശ്രദ്ധിക്കണം, ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത് പൂർവോത്തര പദങ്ങൾക്ക്, പൂർവപദത്തിനും അതോടൊപ്പം തന്നെ ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസത്തെയാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. എന്താ ഈ പൂർവവും ഉത്തരവും? അതായത് ഒരു സമാസത്തിൽ 2 പദങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂർവപദം. ആദ്യ പദം എന്താണ്, പൂർവപദം എന്നാണ് പറയുന്നത്. ആദ്യ പദത്തെ പൂർവപദം എന്നും പിന്നീട് രണ്ടാമത്തെ പദത്തെ എന്ന് പറയും, ഉത്തരപദം എന്നും പറയുന്നു. അപ്പോൾ പൂർവോത്തര പദം എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യ പദം പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദം എന്നുമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്താണ്, അതൊരു എക്സാമ്പിൾ പറഞ്ഞതിൽ ഇപ്പോൾ മരത്തണൽ, അതിൽ മരത്തിൻ്റെ തണൽ അല്ലേ, അവിടെ മരം എന്ന് പറയുന്നത് എന്താ, പൂർവപദം, തണൽ എന്ന് പറയുന്നത് ഉത്തരപദം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇങ്ങനെ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ദ്വന്ദ്വ സമാസത്തിന് വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 4 എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക, 4 5. അതായത് ഈ പൂർവപദം 4 എന്ന് പറയുന്ന പൂർവപദത്തിനും ഉത്തരപദം 5 എന്ന് പറയുന്ന ഉത്തരപദത്തിനും ആ 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇത് ഏത് സമാസമാണ്, ദ്വന്ദ്വ സമാസമാണ്. അപ്പം 5 5 6 അല്ലേ. പിന്നെ രാപ്പകൽ, രാവും പകലും, അങ്ങനെയുള്ളതിനെ നമ്മൾ ഏത് സമാസമായിട്ടാണ് കണക്കാക്കുന്നത്, ദ്വന്ദ്വ സമാസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ബാക്കി സമാസങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന്. ഇപ്പോൾ ഈ ഒരു സമാസത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. താഴെ പറയുന്നതിൽ പര്യായമല്ലാത്ത പദമേത്? ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കിയേ, കാനനം, ആനനം, വിപിനം, ആരണ്യം. കാനനം, ആനനം, വിപിനം, ആരണ്യം. ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് എന്താണ്, ഏതിൻ്റെ എന്താണ് പര്യായമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൽ ഒരെണ്ണം ഓടുവണ്ണാണ് അല്ലേ. അപ്പോൾ ഏതാണ് വരുന്നതെന്നൊന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ കാനനം എന്ന് പറയുന്നത് എന്താ, കാടാണല്ലേ. അപ്പോൾ കാട് അല്ലെങ്കിൽ വനം അല്ലേ. അപ്പോൾ വനത്തിൻ്റെ പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് വനത്തിൻ്റെ പര്യായ പദത്തിൽ വരുന്നത്? കാനനം. പിന്നെയോ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വിപിനം. കാനനം, വിപിനം, ആരണ്യം. കാനനം, വിപിനം, ആരണ്യം. പിന്നെ കാട്, വനം അല്ലേ. അപ്പോൾ ഏതാണോ അത് ഓർത്ത് വയ്ക്കുക. പിന്നെയുള്ളത് അടവി, ഗഹനം. ഇതൊക്കെ ഏതിൻ്റെ, വനത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ വനത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഇതിൽ ഏതാണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ്? ആനനം ഇതിൽ വരുന്നില്ല. അപ്പോൾ വനത്തിൻ്റെ പര്യായ പദങ്ങളൊന്നും കൂടി പഠിക്കുക. കാനനം, വിപിനം, ആരണ്യം, കാട്, അടവി എന്നാണ് കേട്ടോ, അടവി. പിന്നെയുള്ളത് ഗഹനം. അങ്ങനെയാണെങ്കിൽ ആനനം ഏതിൻ്റെയാ? ആനനം എന്ന് പറയുന്ന ഏതിൻ്റെയാ? മുഖത്തിൻ്റേതാണ്. അപ്പം നമുക്ക് മുഖത്തിൻ്റെ പര്യായ പദങ്ങളും കൂടി പഠിക്കാം. മുഖത്തിൻ്റെ ഏതൊക്കെയാണ്? ആനനം, വദനം, ആസ്യം. ആനനം, വദനം, ആസ്യം, വക്ത്രം. ഇതൊക്കെ ഏതിൻ്റെയാണ്? മുഖത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ കാനനം, വിപിനം, ആരണ്യം, കാട്, അടവി, ഗഹനം എന്നിവ വനത്തിൻ്റെയും, മുഖത്തിൻ്റെ ഏതാ? ആനനം, വദനം, വക്ത്രം, ആസ്യം എന്നിവ മുഖത്തിൻ്റെ പര്യായ പദവുമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? 4 വാക്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നും വായിക്കാം.
അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സ്വയം ആത്മഹത്യ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് മനസ്സിലായി അത് തെറ്റാണ്. അടുത്തത് എന്താണ്? തൊഴിൽ ലഭിച്ചവരിൽ തന്നെ 100% നിരാശരാണ്. 100% ഒരുമിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. എന്നെങ്കിൽ ശതമാനത്തിൽ പറയുക 90%, അല്ലെങ്കിലോ 90, 100ൽ 90 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതും തെറ്റാണ്. അടുത്തത് അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി. നമുക്കൊരു കൺഫ്യൂഷൻ അല്ലേ. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് എന്തിനാണ് സമ്മാനം നൽകുന്നത്? അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കി. ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം. അടുത്ത നോക്കിയേ, കണ്ടോ, സന്ധിയാണ് ചോദിച്ചിട്ടുള്ളത്. ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? നോക്കി, തണുപ്പുണ്ട്, മരക്കൊമ്പ്, നെന്മണി, മനയോല. അപ്പം എന്താണ് സന്ധി എന്നറിഞ്ഞിരിക്കണം അല്ലേ. സന്ധി എന്താണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സന്ധികൾ എന്നുള്ളതും അറിഞ്ഞിരിക്കാം. എന്താ സന്ധി എന്ന് പറയുന്നത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അപ്പം സന്ധി പ്രധാനമായിട്ടും ഏതൊക്കെ സന്ധികളാണുള്ളത്? ആദേശസന്ധി. ഏതൊക്കെ സന്ധിയാ? ആദേശസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, പിന്നെ ഇപ്പോൾ പറഞ്ഞ ലോപസന്ധി. ഇങ്ങനെ 4 സന്ധികളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ലോപസന്ധി എന്നുള്ളത് നമുക്ക് പഠിക്കാം. എന്താ ലോപം? ലോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോപസന്ധി എന്ന് പറയുമ്പോൾ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരു വർണ്ണം ലോപിക്കുന്നതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചേ. വന്നു പ്ലസ് ഇല്ല. നമ്മൾ എങ്ങനെ എഴുതും? ഇത് ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? വന്നു ഇല്ല. എങ്ങനെ എഴുതും? വന്നില്ല അല്ലേ. വന്നില്ല എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ലോപിച്ചത്? വന്നു. വന്നു എന്നുള്ളിടത്ത് ഒരു ഊ ഉണ്ടായിരുന്നു ഇല്ലേ. ആ ഊ ആണ് ലോപിച്ചത്. വന്നു എന്നുള്ളിടത്ത് ഊ ലോപിച്ചു, വന്നില്ല എന്നായി. വേറൊരു എക്സാമ്പിൾ എഴുതാം നമുക്ക്. പച്ച പ്ലസ് അരി എന്തായി? പച്ചരി. പച്ചരിയായി. ഇവിടെ എന്താ ലോപിച്ചത്? പച്ച അല്ലേ. എന്നത് ആയാണ് ഇവിടെ ലോപിച്ച് എന്തായത്? പച്ചരിയായത്. അപ്പം ലോപസന്ധി എന്ന് പറയുമ്പോൾ എന്താ? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിൽ ഒരു വർണ്ണം ലോപിക്കുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കി. തണുപ്പുണ്ട്, മരക്കൊമ്പ്, നെന്മണി, മനയോല. ഏതാ വരുന്നത്? ഓപ്ഷൻ എ, തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, അതെന്തായി മാറി? തണുപ്പുണ്ട് എന്നായി മാറി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചുവപ്പാണ്. ശോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചുവപ്പ്. ഇനി 10ാമത്തെ ചോദ്യം. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഏതിലെയാണ്? മിണ്ടാപ്പെണ്ണ്, അണിയറ, ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ഉമ്മാച്ചു ആണ്. മായൻ ഏതിലെയാണ്? ഉമ്മാച്ചു. ഉമ്മാച്ചു ആരുടെയാണ്? ഉറൂബാണ് കേട്ടോ. ഉമ്മാച്ചു ആരുടെയാണ്? ഉറൂബിൻ്റെ. മായനും അതോടൊപ്പം തന്നെ ബീരാൻ. മായൻ, ബീരാൻ, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏതിലെയാണ്? ഉമ്മാച്ചു. ഏത് കൃതിയിലെയാണ്? ഉമ്മാച്ചു. ഉമ്മാച്ചു ആരുടെ കൃതിയാണ്? ഉറൂബിൻ്റെ കൃതിയാണ്. നമുക്ക് 2 എണ്ണവും കൂടി പഠിക്കാം. അപ്പം മായനും ബീരാനും ഓർത്ത് വയ്ക്കുക കേട്ടോ. മായൻ, ബീരാനും ഓർത്ത് വയ്ക്കുക. ഇനി ക്ലാസിപ്പേർ നമ്മൾ നേരത്തെ കണ്ടേക്കുന്നതാണല്ലേ. ക്ലാസിപ്പേർ ഏത് കൃതിയിലെയാണ്? കയർ. ക്ലാസിപ്പേർ ഏത് കൃതിയിലെയാണ്? കയറിലെയാണ്. കയർ ആരുടേതാണ്? തകഴിയുടെയാണ്. അപ്പോൾ ബീരാനും അതോടൊപ്പം തന്നെ മായനും ഉമ്മാച്ചു ഉറൂബിൻ്റെയാണ്. പിന്നെ ക്ലാസിപ്പേർ എന്ന് പറയുന്നത് കയറിലെയാണ്. കയർ എഴുതിയതാരാണ്? തകഴിയാണ്. രവിയും അപ്പുക്കിളിയും. രവിയും പിന്നെ ആരാ? അപ്പുക്കിളി. രവി, അപ്പുക്കിളി. അത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്?
ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലേ, ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് രവിയും അപ്പുക്കിളിയും. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെയാണ്? OV വിജയൻ. OV വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ. രവിയും അപ്പുക്കിളിയും അതിലെ കഥാപാത്രമാണ്. ഇനി അപ്പുണ്ണിയും അതോടൊപ്പം തന്നെ കോന്തുണ്ണിയും. അപ്പുണ്ണി കോന്തുണ്ണി ഇത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുണ്ണി കോന്തുണ്ണി നാലുകെട്ട്. ഏതിലെയാണ്? നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയും. നാലുകെട്ട് ആരുടെയാണ്? MT അല്ലേ, MT വാസുദേവൻ നായരുടെയാണ് നാലുകെട്ട്. അതിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയും. അപ്പുണ്ണി കോന്തുണ്ണി. പിന്നെ പപ്പു നമുക്കറിയാലേ, ഓടയിൽ നിന്ന് P കേശവദേവിൻ്റെ ഓടയിൽ നിന്നിലെ പ്രധാന കഥാപാത്രമാണ് ആര്? പപ്പു എന്ന് പറയുന്നത്. പപ്പു. പിന്നെയുള്ളത് ഏതാണ്? വിമല ഏതിലെയാ? വിമല ഇപ്പോൾ ചോദിക്കാറുള്ള മഞ്ഞ് അല്ലേ, MTയുടെ മഞ്ഞിലെ കഥാപാത്രമാണ് വിമലയും അമർ സിംഗും. രണ്ടുപേരും ഓർത്തു വയ്ക്കണം കേട്ടോ. ഏതൊക്കെയാണ്? വിമല അതോടൊപ്പം തന്നെ അമർ സിംഗ്. അത് രണ്ടും MTയുടെ മഞ്ഞിലെ കഥാപാത്രമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂട്ടി പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. താങ്ക്